ഒന്നിനെതിരെ 4 വോട്ടുകൾക്ക് വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പോട്ടാ ഇപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് പൊളിഞ്ഞ് പാളിയതായി ഇങ്ങനെ മറക്കണം കേട്ടോ. ഇത് മറച്ചാൽ നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. കണ്ടാ, അതാണ് ആളുടെ മെയിൻ കേന്ദ്രം. സരിതാനി ജഗുവിന് തിന്നാനായിട്ട് വിളിക്കാം. കളിച്ചോ ഓടിവാ കമോൺ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പുതിയ അതിഥി നമ്മുടെ ചാർലി ഇവിടെ ഭയങ്കര ഉഷാറിലാണ് ആൾക്ക് ഒരു പുതിയ ലോകം തുറന്ന് കിട്ടിയാണ്. കാരണം വെച്ചാൽ വിശാലമായി അവിടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു അറയത്ത് കെട്ടിയിട്ടൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിൾക്കല്ല ഇവനൊക്കെ ഇങ്ങനെ ഓടി നടക്കാം. ഇപ്പോൾ മറ്റൊരു വലിയ ശല്യമൊന്നുമില്ല. കാമറിയും ലോറിന്നും മറ്റേ ചെന്നിട്ട് കുറയ്ക്കാൻ ചെല്ലില്ല. പക്ഷേ അംബ്രോസ് ഉണ്ട്. അവൻ ചിലപ്പോൾ ഞാൻ പേപ്പർ എടുക്കാൻ കാലത്ത് പോകും. ചില സമയത്ത് ആ സമയത്ത് ഇത് എൻ്റെ പിന്നിയോടെ വരും. അല്ല, ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും സ്കൂട്ടർ എടുത്ത് പോവുകയാണെങ്കിലും എൻ്റെ പിന്നിയോടെ വരും. എന്നിട്ട് അവിടെ വന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും മറ്റൻ വരും. അംബ്രോസ് ചാടിപ്പടഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഈ അംബ്രോസിനെ ഓടിപ്പിക്കും. ചാർലി കമോൺ, ഓടിവാ ദേ നോക്കിയാട്ടെ. വാ പോവാ. ചാർലി എൻ്റെ ഒപ്പം അതെ നമ്മുടെ കാമറി എന്തോ വിളിച്ചു എന്തുകൊണ്ടതിന് പേര് കാമറി വിളിച്ചു. അപ്പോൾ ആൾ നിന്നതാ. കാമറിയായിട്ട് വലിയ കുഴപ്പമില്ല. കാമറി ഭയങ്കര ഡീസൻ്റായി. കാമറിക്ക് ഇത് ഒരു കുട്ടികളി പോലെ തോന്നില്ല. പക്ഷേ ഇത് ചെന്ന് അതിൻ്റെ മോന്തായ്മയൊക്കെ ഇങ്ങനെ മാന്താനൊക്കെ നോക്കും. പക്ഷേ കാമറി മൈൻഡ് ചെയ്യില്ല. കാമറി അവിടെ എടുക്കും. ഇപ്പോൾ ഇവിടെ വരെ വരും കേട്ടോ. ഇവിടെ വരും. ടൈസൻ്റെ അവിടെ കേട്ടാ. ടൈസനെ കണ്ട് ടൈസനെ കണ്ടിട്ട് കുഴപ്പമില്ല. എവിടെയാ ആളവിടെ വരെ വന്നുള്ളത്? ഇവിടെ പേടി. കണ്ടാ ഇവിടെ വരെ വന്നല്ലോ. കണ്ടാ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. ഓടിയേണ്ട ആള്. ഇങ്ങോടാ എന്നാ ബോള് കളിച്ചോ ഇങ്ങോട്ടാ. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഈ ചാർലി എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആൾ നല്ല ഉഷാറിലാണ്. ഇവിടെ എല്ലാവരായിട്ട് പരിചയമായി തുടങ്ങി. പക്ഷേ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ ആൾ കുരയ്ക്കും. ജാതി കുരയാ. അതേ വന്നൂല്ല ഇവിടേക്ക്. ഒന്നുമില്ല, ഇപ്പം സമയമായി ഉച്ചരിഞ്ഞായി. അപ്പോൾ ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സ്പാനിഷ് ഓംലെറ്റ് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പെയിനിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അത് അവരുടെ പേര് ഞാൻ മറന്നു. ഞാൻ നോക്കട്ടെ. പേരുണ്ട് എല്ലാവർക്കും പേരുണ്ടാവില്ല. അപ്പോൾ പേര് ഇപ്പോൾ ഈ മറ്റേ ഇതിലത്തെ പോലെ ഇന്നസെൻ്റ് മറ്റേ പറയില്ലേ ഞാൻ അല്ല കേന്ദ്രമന്ത്രി മരിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഏത് സിനിമ പേരുന്ന അഴകിയ രാവണനിൽ പറയില്ലേ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. ആൾ മരിച്ചിട്ട് വരെ പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രമന്ത്രിക്ക് പേരില്ലെന്ന് പറഞ്ഞില്ല. അതുപോലെ എല്ലാവർക്കും പേരുണ്ട്. പറയാനായിട്ട് മറന്നുപോയി. റിലാക്സ്. കണ്ടാ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നോക്കിയേ, ഒരാൾക്കും കുഴപ്പമില്ല. കണ്ടാ ഒരു കമ്പനി ഇതിൽ തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ വലിയ നായ്ക്കളെടുത്തേക്ക് ഈ ചെറിയ നായ്ക്കന്നെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ക്രൂരമായ പരിപാടി. ഇത് ഇങ്ങനത്തെ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന്. ഇവറ്റകൾ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ്. ഇവരുടെ അടുത്ത് വന്നിട്ട് ആദ്യം മുറലും പിന്നെ അത് പരിചയം ഇവർ മണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആളാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കടിക്കാനൊന്നും ചെല്ലില്ല. അതിന് ഇവിടെ സംഭവിച്ചതാണ് കേട്ടോ. ഇവരൊക്കെ കമ്പനിയില്ലേ. ലോറേ ബിസ്ക്കറ്റ് വേണം? ബിസ്ക്കറ്റ് തരാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതല്ല പറഞ്ഞു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, അജു ഇങ്ങനെയൊന്നല്ല സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുക. ഞാൻ മറ്റേ തുന്തുരു പറഞ്ഞു തന്നിട്ടുള്ള മോഡൽ അങ്ങനെ ഒരു ജാതി കുറേ വില കൂടിയ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. ചീസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. 4 സാധനം മതി സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുക. അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നുണ്ടാക്കിയത് മറ്റേ സാധനം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവറ്റയുടെ പ്രത്യേകത എന്നിട്ട് വെച്ചിട്ടില്ലേ, ഇവറ്റയുടെ വീടിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ ഇവിടേക്കൊന്നും കയറില്ല. ഇവൻ കയറില്ല, തീരെ കയറില്ല. ഭയങ്കര അനുസരണശീല ആൾക്ക്. അകത്ത് കയറില്ല. പുറത്ത് അകലെയൊക്കെ പോയിട്ട് മൂത്രമൊഴിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആൾ. അപ്പോൾ ഞാൻ ഇവിടെ മാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം. എന്നിട്ട് സരിതാനി ജഗുവിന് തിന്നാനായിട്ട് വിളിക്കാം.
കിടന്നുറങ്ങുക. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഉറങ്ങുന്ന ആളുകളെ ശല്യം ചെയ്യാൻ പാടില്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്പാനിഷ് ഓംലെറ്റ്. സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലി കളഞ്ഞാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിയണം നമ്മൾ. സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ സ്പാനിഷ് ഓംലെറ്റ് എന്നുള്ളത് മനസ്സിലായി. ഇതെന്താ ഒട്ടി പിടിച്ചല്ലോ, ഒട്ടി പിടിച്ചു. ഇത് ചക്ക മുളഞ്ഞാണ്ടാ? ഇല്ലല്ലോ, പിന്നെ എന്തിട്ടാണ് ഒട്ടി പിടിച്ചത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങിന് നമ്മൾ ഇത്തിരി കനം കുറച്ച് അരിയുക. കണ്ട, അതിങ്ങനെ ഒന്ന് അരിഞ്ഞാൽ മതി, ഭയങ്കര കനം കുറയ്ക്കണ്ട. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വല്ലവരും നമ്മൾ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുമോ? നമ്മുടെ മലയാളികൾ ഉണ്ടാക്കും എന്നറിയില്ല, ചിലവരുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കാറില്ല. നമുക്ക് നല്ല പോലെ ഇതെന്ത് ഒട്ടി പിടിക്കുന്നു. നമുക്ക് നല്ല പച്ചമുളകും സവാളയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത്. അപ്പോൾ നമ്മൾ 4 കോഴിമുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. 4 കോഴിമുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ 4 കോഴിമുട്ടയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞു കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സവാള അരിയണം. ഇതിപ്പോൾ വലിയ സവാളയില്ല, അത്ര വലിയ സവാള വേണ്ട, എന്നാലും സവാളയും സാധാരണ പോലെ നമുക്ക് അരിയാം. വലിയ സവാള അത്രയ്ക്ക് വേണ്ട. ഇപ്പം ഇങ്ങനെ ആക്കിയില്ലേ, ഇതിനാണ് ഈ നടുന്ന് ഇങ്ങനെ ആക്കാം. കണ്ടോ, കുഴപ്പമില്ല. എല്ലാവരും കാവല എന്തോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പങ്ക് കിട്ടുന്നു. വലിയ സവാള ഞാൻ ഇനി അത്രയ്ക്ക് എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. സവാളയും കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ എടുക്കാം. സിമ്പിൾ പരിപാടികളാണ് കേട്ടോ, സിമ്പിൾ പരിപാടികൾ. നമ്മൾ അടുപ്പ് കത്തിച്ചു, നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടാണ്. ഇതിലാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. എന്തൊരു പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മളിത് എടുത്തോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനത്തെ ഈ ഓംലെറ്റ് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ അതിൽ വേറെ സാധനം ഉണ്ട്, പക്ഷേ അത് ഞാൻ എടുക്കണില്ല. ചൂടായി കഴിഞ്ഞു. നമ്മൾ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒലീവ് ഓയിലാണ് ഈ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒലീവ് ഓയിൽ ഇത് നമ്മൾ ശരിക്കും ഓംലെറ്റിന് കാശ് കുറവായിരിക്കുന്നത് അല്ല സാധനം. ഓംലെറ്റിന് നമ്മളിപ്പോൾ ഒരു ഡബിൾ ഓംലെറ്റിന് തട്ടുകടയിലൊക്കെ എത്രയാണ് 50, 60 എത്രയൊക്കെ വാങ്ങിക്കുക. ഇതങ്ങനെ വാങ്ങിച്ചാൽ മുതലാവില്ല. ഇത് ഈ ഒലീവ് ഓയിൽ നോക്കിയത് ഈ ഒരു കുപ്പിക്ക് 1800 രൂപ എത്രയുണ്ട് വില, ശരിക്ക് തെളിയില്ല കണ്ട. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3-4 ടീസ്പൂൺ ഒലീവ് ഓയിൽ, 3-5 ടീസ്പൂൺ ഒലീവ് ഓയിൽ എടുക്കുമ്പോൾ കാശ് കുറേ വരും ഇതിന്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇത് ചൂടായി തുടങ്ങിയിട്ടാണ് ഉരുളക്കിഴങ്ങ്. പിന്നെ നമ്മുടെ സവാള ഇരുന്ന്. അന്ന് ഞാനേ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോൾ എന്തോരം പണികളാണ്, എന്തോരം കാശ് ചിലവ്. ഭയങ്കര കാശ് ചിലവ്. എല്ലാ വക സാധനങ്ങളൊക്കെ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ടേ ക്യാപ്സിക്കങ്ങൾ തന്നെ 3 തരം വാങ്ങിച്ചു. അതുപോലെ തന്നെ ചീസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അതാണ് പറയുന്നത് ഇത് ഇങ്ങനെയാണെന്ന്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു സ്പാനിഷ് ഓംലെറ്റ് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ രീതിയിലാണ് ഉണ്ടാക്കിയത് മാത്രം. അത് മൂടി വയ്ക്കുന്നു വേണ്ട, ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ വേവും. 15 മിനിറ്റ് വേണ്ടി വരില്ലേ നോട്ടെ. അപ്പോൾ ഈ ഇവന് ഏറ്റവും വലിയൊരു പണി ഞാൻ കാണിച്ചു തരാം. ഇതൊരു പണി എന്നറിയാം. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു പൊത്ത് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ പൊത്തിൽ എപ്പോഴും ചെന്നിട്ട് തലയിടലാണ് പണി. തല കുമ്പിടണം. കണ്ട, ഇത് ഈ പൊത്തിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടാ. പാമ്പാണോ എന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഒരു കല്ല് ആളെ ഇളക്കിയെടുത്തു. എല്ലാ ദിവസവും വന്നിട്ട് കാലത്തെ ഇട്ടിട്ട് ഇതിൽ വന്ന് പരിശോധിക്കും ആള്. പിന്നെ അതേ എത്തി പറഞ്ഞല്ലോ, എത്തി. ഇതാണ് ആളെ പണി. എന്തിട്ടുണ്ട് ആള് ഇവിടെ നിന്നിട്ട് മുരളും. കണ്ട, അതാണ് ആളുടെ മെയിൻ കേന്ദ്രം. കടമാന്ത്രം കണ്ട, ഇതാണ് ആളുടെ പണി. അതെ മാന്ത്രം കണ്ട. എന്നിട്ട് മോന്തയിലിടും. ഇത് കണ്ട, തല അരിക്കി കടത്തും. അപ്പോൾ ഇവൻ ഒന്നിനും നല്ല തോരപ്പന്മാരെയും എലിനെയും പിടിക്കുന്ന ആളാണ്,
അല്ലെങ്കിൽ നല്ല പാമ്പ് പിടുത്തക്കാരനാണ്. അതിനുള്ളൊരു കഴിവ് ആൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മെയിൻ ഒരു ഇതാണ് കേട്ടോ. തല വരെ കടത്തുന്നുണ്ട് ആൾ. തല കടത്തി അതിനുള്ളിലേക്ക്. ആ അപ്പോൾ എന്തോ ആൾ അതിൽ കണ്ടിട്ടുണ്ട്. നമ്മളത് ഇളക്കാം. കരിക്കാൻ പാടില്ലല്ലോ. സ്പാനിഷ് ഓംലെറ്റ് കരിയാൻ പാടില്ലല്ലോ. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലായി ഒലിവ് ഓയിലായ കാരണേ നല്ല മണമാണ് ഇതിൻ്റെ. വെളിച്ചെണ്ണയുടെ ഒരു മണമല്ല, ആ ഒലിവ് ഓയിലിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക മണം. ഇത് ഏറ്റവും തമാശ എരിവും കിരിവൊന്നും ഇല്ല. ഒരു കണക്കിന് അത് നല്ലതല്ലേ. ഒരു ടൈം വരുമ്പോൾ നമുക്ക് എരിവൊക്കെ കുറയ്ക്കേണ്ടി വരും. അവിടെ ഗംഭീരമായ അയ്യോ എൻ്റെ അമ്മേ, ആ കഴുത്തിൻ്റെ ഇത് ഫുള്ള് കടത്തിയതിൻ്റെ ഉള്ളിലേക്ക്. കണ്ട ഉരുളക്കിഴങ്ങൊക്കെ വാടി വന്ന് തുടങ്ങിയിട്ടാ. കണ്ട അതെ ഒരു തളർച്ച വന്ന് തുടങ്ങി. വേവണം അല്ല വെന്തിലീവിന് എന്താ കാര്യമില്ല. ഉരുളക്കിഴങ്ങ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കരികരിയാവും. ഇതെന്തോന്ന് നോക്കാം. കാറ്റുണ്ട്, ഒരു മഴ ലക്ഷണം ഉണ്ട് കേട്ടാ. ഇന്ന് ചൂടുണ്ട്. വെന്ത് തുടങ്ങി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് കിടന്നോട്ടെ. ചെറിയൊരു പിടുത്തം കൂടി ഉണ്ട് ഉരുളക്കിഴങ്ങിന്. അതുകൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനതിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം നമുക്ക് കേട്ടാ. ഇളക്കില്ലെങ്കിൽ സബോള കരിയും. ഈ സ്പാനിഷ് ഓംലെറ്റ് ടേസ്റ്റിലാണെങ്കിൽ നമ്മുടെ തട്ടുകടകളിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല കേട്ടോ സ്പാനിഷ് ഓംലെറ്റ്. ഒലിവ് ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ കുഴപ്പമില്ല. ഒലിവ് ഓയിൽ കുറേ കിട്ടും കേട്ടോ. വില കുറവിൻ്റെ ഉണ്ട്. നല്ല ഉറക്കായി അവിടെ ക്ഷീണിച്ചിക്കണ തരം ഓടി കളിച്ചല്ലേ. അപ്പോൾ ക്ഷീണമായി. ഒന്ന് മയങ്ങാം എന്ന് വിചാരിച്ച് കിടക്കാണ്. അങ്ങനെ നമ്മുടെ ഇത് ഇങ്ങനെയായിട്ടാ. സബോളയൊക്കെ മൂത്തു. നമുക്കിത് ഒരു ഇതിലേക്കാണ് മാറ്റാം. മാറ്റിയിട്ടാ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട പൊട്ടിക്കണം. നമ്മൾ 4 കോഴിമുട്ടയാണ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു കേട്ടോ. കോഴിമുട്ട എത്ര വേണമെങ്കിലും എടുക്കാം, അത്ര ഓരോരുത്തർ ഇഷ്ടം. ഞാൻ 4 കോഴിമുട്ട എടുത്തൊന്ന് മാത്രം. വാങ്ങിച്ച കോഴിമുട്ടയാണ് കേട്ടോ. നമ്മുടെ കോഴിമുട്ട ഉണ്ട്, അത് 2 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേപോലത്തെ ആയിക്കോട്ടെ വെച്ചിട്ട് കോഴിമുട്ട എടുത്തു. കോഴിമുട്ട കലക്കണു. കലക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൂട്ടില്ലേ ഉരുളക്കിഴങ്ങും ഇതും സവാളയും അതിരിക്കിടുന്നു. ഇനി അടുത്തത് ഇരിക്കി ഉപ്പിടുന്നു കേട്ടോ. ഉപ്പ് എന്തായാലും പാകത്തിന് വേണം, അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അടുത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചിലർക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ ഒന്നും ഇടണ്ട. നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടാം കേട്ടോ. അധികം ഇടണില്ല, എന്നാലും നമുക്ക് ഇത്തിരി എരിവുള്ളത് വേണ്ടത് കൊണ്ട് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടുണ്ട്. മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. ഉപ്പ് ശരിക്കാവണം. പിടിക്കട്ടെ. അല്ല ഇങ്ങനത്തെ ഒരു കൂട്ടാണ് കിട്ടിയത്. കണ്ട ഇതാണ് ഇപ്പോൾ നമ്മൾ പച്ചമുളക് ഇഞ്ചി വേപ്പില പച്ചമുളക് വേപ്പില അങ്ങനത്തെ സാധനങ്ങൾ, ഉള്ളി സബോള പിന്നെന്തൊരു കോഴിമുട്ട ഓംലെറ്റ് അടിക്കുമ്പോൾ സാധാരണ അതൊക്കെ വേണ്ട, മിളക്. അപ്പോൾ അതൊക്കെ ചേർക്കണം. പകരം ഇങ്ങനത്തേത് മാത്രം. ഇനി നമുക്ക് തീയതിക്കാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റിൻ്റെ പണി കഴിയാറായി. ചിലർ ഓംലെറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടാവില്ല, ആ മിളകുകൾ മുഴുവൻ പറക്കി കളയും. കുറേ പേര് അങ്ങനെ കളയും. ഇത് സാധാരണ ഓംലെറ്റ് പോലെ ഇത് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിന് പിടുത്തം കുറവായിരിക്കും. ഉരുളക്കിഴങ്ങും ഇതും നിറഞ്ഞ കാരണം പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റ് അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഓംലെറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഒഴിക്കാം അല്ലേ. നമ്മുടെ ഈ ഒലിവ് ഓയിൽ, ബാക്കിയുള്ള ഒലിവ് ഓയിൽ ഞാൻ അധികം ഒഴിച്ചിട്ടില്ല, പിന്നെ ഒലിവ് ഓയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ കേട്ടോ. അതിനെ ഒന്നരത്താം. തീ ഒരു മീഡിയം ലെവലിൽ മതി, അല്ലെങ്കിൽ അടി കരിയും. തീ പതുക്കെ മതി. പാത്രം ചൂടായി നല്ല മതി. സാധന പണി കഴിഞ്ഞു.
നമ്മുടെ ഈ ഓംലെറ്റ് അടിവശം എന്തായെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു കുറച്ച് സമയമായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എനിക്ക് പരിചയക്കുറവാണ്. ചൂടുണ്ടാവുമോ നോക്കട്ടെ. ചൂടുണ്ട്. ഇങ്ങനെ മറക്കണം കേട്ടോ. ഇത് മറച്ചാൽ നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. കുഴപ്പമില്ല. കണ്ട ഇങ്ങനെ കിട്ടിയിട്ടാ. ഇനി ഇതിനെ നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ പറ്റില്ല നമുക്ക് കേട്ടോ. ഒരു കുഴപ്പമില്ല. സ്മൂത്തായിട്ട് ഇതിലേക്ക് പോയി. മറ്റോണം പറ്റില്ല നമുക്ക്. ഇങ്ങനെ ഈ സാധനം പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് മറിച്ച് ഇടാൻ പറ്റിയ ആകെ പൊട്ടി പരുവാകും. ഇതിൻ്റെ അടിവശത്തൊരു ഉരുളാണ് കെട്ടി. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തീ കൊടുക്കാം. എന്തായാലും നമ്മുടെ സാധനം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കറക്റ്റാണ്. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസ് അടിയിലേക്ക് വീണല്ലോ. അതെടുത്ത് തന്നപ്പോൾ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതിലേക്കണ്ട് എടുക്കാം. ഞാൻ സരിതേനെ വിളിച്ചിട്ട് തരട്ടെ കേട്ടാ. ജഗുനി നമ്മുടെ ഓംലെറ്റിൻ്റെ മണം അടിച്ച് ഇപ്പോൾ കാമറയും ടൈസനും വന്നിരിക്കുകയാണ്. നമുക്ക് എടുക്കൽ നമ്മൾ മറ്റേ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. ഇത് ഈ വശം മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമുക്ക് ആക്കാം. തീ ഓഫ് ചെയ്ത് ഇത് നമ്മുടെ പാത്രം പ്ലേറ്റ് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ തന്നെ എടുക്കുന്നത് മാത്രം. മോൾ വശം അടിപൊളി സെൻട്രലിലേക്ക് സ്പാനിഷ് ഓംലെറ്റ് റെഡി. നല്ല മണം, ഒലീവ് ഓയിലിൻ്റെ മണം പ്രത്യേകിച്ച് നല്ല മണം. അപ്പോൾ നമ്മളെ ഈ അവിടെ നിന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഈ വെളിച്ചല്ല. അപ്പോൾ ഈ സ്പാനിഷ് ഓംലെറ്റ് ഞാൻ മുറിക്കാൻ പോവുകയാണ്. കുറച്ച് കഷ്ണം. എത്ര കഷ്ണം ആക്കണം? വേണ്ടത് എന്താ നീ തിന്നോക്കത്. ഇവർക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുറേ സവാള ഇട്ടിട്ട് വാട്ടി. അല്ല സരിതരെ മെയിൻ സാധനമാണ്. എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് സബോളയും പച്ചമുളകും ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഇങ്ങനെ വഴറ്റാം. അപ്പോൾ നമ്മൾ എടുക്കണം കേട്ടത്. എന്നിട്ട് അതിൽ മുട്ട ഒഴിച്ചിട്ട് കുത്തിപ്പൊരിക്കുക. ഇതിന്റെ മൂട് ഭാഗം ഇടാണ്ട് മറ്റേ ഭാഗം ഇടണ്ടേ? മറ്റേ ഭാഗം കണക്കിന് 2 വശം ഒരുപോലെ നീ വേണമെങ്കിൽ കഴിച്ചോ. കഴിക്കും. ജഗ് കഴിച്ചോ. നീ കഴിക്കി. ചൂടുണ്ട് കേട്ടാ. ചൂടൊന്നും ആറിയിട്ട് കഴിക്കാം. ചൂടാറിട്ട് കഴിക്കാന്ന്. ചൂടാറിയിട്ട് കഴിക്കാം. അപ്പൊ സ്പാനിഷ് ഓംലെറ്റ് കണ്ട് ചേട്ടൻ ഉണ്ടാക്കാറുണ്ടല്ലോ. കുറെ ചീസും കുറെ ക്യാപ്സിക്കത്തിന്റെ പല എല്ലാം 3 ക്യാപ്സിക്കം കളറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. വില കൂടിയ ഓംലെറ്റ് ഇവർ രണ്ടുപേരും കഴിക്കും. അങ്ങനത്തെ ഇല്ലേ ചീസൊക്കെ ഇട്ടിട്ട് അച്ഛൻ ഉണ്ടാക്കിയല്ലേ. സ്പെയിൻകാർ കഴിക്കുന്ന സാധനമാണ് അത് വിചാരിച്ചിട്ട്. അതെ, രണ്ട് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നണല്ലേ. ഉണ്ടാക്കിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് വീഡിയോ വരുമ്പോ കാണാം. ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടുണ്ടല്ലേ. നോക്കടി. നീ ഒരെണ്ണം കഴിച്ചേതന്നെ മതി. എനിക്ക് എന്താണോ കഴിക്കാൻ തോന്നില്ല. കണ്ട ചൈനീസ് സാധനം എന്ന് പറഞ്ഞിട്ട് കുറേ സോസൊക്കെ ഒഴിച്ചിട്ട് സാധനങ്ങൾ ഈ ചില്ലി ഗോപി താങ്ങി വാങ്ങി ഇന്ന് എന്നിട്ട് മൂക്കും മുട്ട തിന്നും. ഈ സാധനത്തിൽ വലിയ കുഴപ്പമില്ല സാധനമാണ്. എനിക്കത്ര ഇഷ്ടമായില്ല. നിനക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ കണ്ടപ്പോഴത്തല്ലേ. അല്ല ചേട്ടൻ്റെ നോട്ടം കാണുമ്പോൾ പേടിയാവാ. നിനക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞ ജോഗം കഴിച്ചോ. ഞാനും ജോഗം കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കഴിക്കൂ. ഒരു കഷ്ണമല്ലേ ഞാൻ ഇവിടെ എടുത്തല്ലോ. അത് മുഴുവൻ കൊണ്ടെടുത്തോ. ഇതിനാവശ്യം നീ കഴിച്ചാൽ എടുത്തിട്ട് കഴിച്ചു വയ്ക്കുക. ഒരു കുഴപ്പമില്ല. ചൂടുണ്ടാവട്ടാ. കുഴപ്പമില്ല. ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഇത് സാധനം. അതന്നെ. ടേസ്റ്റ് ഒക്കെ പലർക്കും പല പോലെ ആയിരിക്കും. ചിലർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചിലർക്ക് എന്താ പറയാ അതിനെ പറ്റി പറയണതേ അറപ്പുള്ളതായിരിക്കും. അതെ. നീ ജഗുന് വേണ. ഇപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് പൊളിഞ്ഞ് പാളിസായ തേങ്ങ. ഞാൻ ഒരെണ്ണം കൂടി കഴിക്കുന്നുണ്ട്. നീ ഒരെണ്ണം കൂടി കഴിച്ചോ. ഇത് വേണമെങ്കിൽ ഇത് നീ നമ്മൾ തുടണ്ട. ഇത് അവിടേക്ക് കൊണ്ട് പോനാ. ഉരുളൻകിഴങ്ങ് വേണമെന്നാ.
അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇത് വലിയച്ഛനോടെ കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഓംലെറ്റ് അനിലേട്ടന് കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഞാൻ അവർ പറയട്ടെ, സംഗതി പൊളിഞ്ഞു പാളിസായി ഓംലെറ്റിൻ്റെ പരിപാടി. ഞാൻ 2 പീസ് തിന്നു, ജഗു 1.25. 1.5. ഇവൻ 2 ആ ഇതിനി അല്ല പോവാ. ആ ഇനിയിപ്പോൾ അനിലേട്ടനെ കൊണ്ട് കൊടുത്തോട്ടെ, അങ്ങനെ ഉണ്ടെന്ന് തിന്നാനായിട്ടൊരു സാധനം കൊണ്ട് നോക്കാം. ഇല്ലില്ല ഓംലെറ്റാണ് ഇത്. ദോശന അയ്യോ ഇത് സിമ്പിൾ സാധനമാണ്. ദോശയും ചായയും കുടിക്കുന്നില്ല അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് ഇത് തിന്നാനെന്താ കുഴപ്പം? നല്ല രസമുണ്ടല്ലോ ഇത്. വാ നല്ല രസമുണ്ടെന്ന്. അപ്പോൾ സംഗതി ഐ ഇത് ഇതിൻ്റെ ഇടയിൽ ഈ കുരിശ് ആ ഫുൾ ടീം വന്നിട്ടുണ്ടല്ലോ. ആ എല്ലാവരും ഇതിൻ്റെ മണം അടിച്ചിട്ടാ, ഈ ഓംലെറ്റിൻ്റെ മണം അടിച്ചിട്ട്. ഇത് സ്പാനിഷ് ഓംലെറ്റാണ്, സ്പെയിൻ്റെ. പിടിക്കുന്ന ഇങ്ങോട്ട് പോരെ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നന്നായി. അപ്പോൾ നമ്മളെ അവിടെ പരാജയപ്പെട്ടെങ്കിലും ഇവിടെ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കിഷ്ടപ്പെട്ടത്, എനിക്കിഷ്ടപ്പെട്ടു, അവിടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ 2, 4 ജഗുവിന് ഇഷ്ടപ്പെട്ടില്ലേ? 2, 4 ഒന്നിനെതിരെ 4 വോട്ടുകൾക്ക് വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പോട്ടാ അപ്പോൾ ഇതെടുത്ത് കഴിച്ചോ. അപ്പോൾ ശരി, ഞങ്ങൾ പോവാണ്. അപ്പോൾ സംഗതി വിജയമാണ്. ഇത് നമ്മൾ എന്തിട്ട് കൊണ്ടുവന്നതാ? കോളിഫ്ലവറിൻ്റെ അല്ലേ കൊണ്ടുവന്നതാ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അടിപൊളിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട്. യെസ്